അമല് ഈ പറഞ്ഞ ഈ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് ഇന്നലെ രൂപപ്പെട്ടത് ആ ഭാഗത്താണ്, അട്ടക്കുളങ്ങര ഭാഗത്താണ്. അവിടെ ഈ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ഡ്രെയിനേജ് ഒക്കെ നിർമ്മിക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു. പണി തുടങ്ങിയതാണെന്ന് തോന്നുന്നു, പക്ഷേ പണി പൂർത്തിയായിരുന്നോ? എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? നമ്മളിപ്പോൾ നിൽക്കുന്നത് അന്തർ സംസ്ഥാന ജലപാതയ്ക്ക് സമീപമോ അല്ലെങ്കിൽ മൺട്രോ തുരുത്ത് പോലെ ഏതെങ്കിലും തുരുത്തിന് സമീപത്തോ അല്ല. ഇത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിലും മലയോര മേഖലയിലും എല്ലാം പെയ്തത്. ആ മഴ കഴിയുമ്പോൾ തിരുവനന്തപുരത്തെ അവസ്ഥ ഇങ്ങനെയായി മാറുകയാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല, പക്ഷേ ഇപ്പോൾ ആ പ്രശ്നം ഗുരുതരമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ബോർഡുണ്ട്, തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും അധികം കാണുന്ന ബോർഡുകളിൽ ഇത് മാറിയിരിക്കുന്നു. റോഡ് ക്ലോസ്ഡ്, ടേക്ക് ഡീവിയേഷൻ. ഇത് തന്നെയാണ് എല്ലായിടത്തെയും അവസ്ഥ. സ്മാർട്ട് റോഡിന്റെ നിർമ്മാണം നടക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഈ ഇരിക്കുന്ന കടകളിലെല്ലാം ആളുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം അടച്ചുപോയ അവസ്ഥയാണ്. അവിടെ തുറന്നിട്ടൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടുന്ന് വല്ലോ ചങ്ങാടത്തിലോ വള്ളത്തിലോ ഒക്കെ വേണം സാധാരണ വരുന്ന ഒരാൾക്ക് നനയാതെ അവിടേക്ക് എത്തണമെങ്കിൽ എത്താൻ. അല്ലെങ്കിൽ ഇപ്പോൾ ആ ചേച്ചി നടന്നു വരുന്നത് പോലെ വെള്ളത്തിലൂടി നടന്ന് വരേണ്ട അവസ്ഥയാണ്. അതിനാൽ തന്നെ ആളുകളാരും കടയിലേക്ക് വരുന്നില്ല. നമുക്ക് ഈ ദൃശ്യം അങ്ങ് നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ ഒരു ഹോട്ടൽ തുറന്നിട്ടുണ്ട്. അതിലേക്ക് പോകണമെങ്കിൽ ഒരൊറ്റ പാലം ഇട്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള ഒറ്റ കടകളും തുറക്കാത്ത അവസ്ഥയുണ്ട്. അവർക്ക് തുറന്നു വെച്ചാലും ഇവിടേക്ക് ആളുകൾ എത്തില്ല എന്ന് ഉറപ്പുള്ളതിനാൽ സ്വാഭാവികമായും അവർ തുറന്നിട്ടില്ല. ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയത കൂടി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. വെള്ളം ഒഴുകി പോകുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരിടത്തും ക്രമീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പൂർണ്ണമായും വലിയണമെങ്കിൽ ഇനിയും ഒരുപാട് മണിക്കൂറുകൾ വേണ്ടിവരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്രയും സമയം ഇവിടുത്തെ ആളുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇത് തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്തെ അവസ്ഥയാണിത്. പ്ലാസ്റ്റിക് വള്ളികൾ ഇങ്ങനെ വലിച്ച് പലയിടങ്ങളിലായി കെട്ടിവെച്ചിരിക്കുന്നത് കാണാം. അതിലും ചില മുന്നറിയിപ്പുകളുണ്ട്. അവിടെ വലിയ കുഴി അവർ കാണാൻ കഴിയും. ഈ സ്മാർട്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടുത്തു വെച്ചിരിക്കുന്ന കുഴിയാണ്. ആരെങ്കിലും അബദ്ധത്തിൽ പോയി വീഴേണ്ടെന്ന് കരുതി കുറച്ച് ചെറുപ്പക്കാർ ഇപ്പോൾ വന്ന് അത് കെട്ടിപ്പോയതാണ്. അല്ല എങ്കിൽ അവിടെ ഒരു കുഴി ഉണ്ടെന്ന് പോലും അറിയില്ല. ഇത്തരത്തിൽ വലിയ ഗർത്തങ്ങൾ പലയിടങ്ങളിലായി നഗരത്തിന്റെ വിവിധയിടങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് എത്തുന്ന ആളുകളൊക്കെ ജാഗ്രത പാലിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ആ കുഴിയിലേക്ക് പോകാനും വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഴ ഇങ്ങനെ ശക്തമായി പെയ്യാൻ പോവുകയാണല്ലോ. അപ്പോൾ പണി എന്തായാലും ഉടനെയൊന്നും നടന്ന് അത് പൂർത്തീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ ഈ നാട്ടുകാർക്ക്, ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും നീന്തലൊക്കെ അറിയില്ല എങ്കിൽ അവർക്ക് നീന്തൽ പരിശീലനം കൂടി നൽകുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഒക്കെ നൽകുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. കാരണം